തന്നെ ജാമ്യം ലഭിക്കാൻ ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടയിലാണ് നടി ഹണി റോസിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ശ്രദ്ധേയമാകുന്നത്. രാഹുൽ ഈശ്വറിനെതിരെയാണ് ഹണി റോസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഹണി റോസിന്റെ വസ്ത്രധാരണം അതല്പം ഓവറാണ് എന്ന് ഹണി റോസ് തന്നെ തിരിച്ചറിയണം എന്ന് മീഡിയ വൺ സ്പെഷ്യൽ എഡിഷനിൽ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിനെതിരെയാണ് ഇപ്പോൾ ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത്, താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം അത് കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്തെ അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ട്, ഭാഷാ നിയന്ത്രണം കൊണ്ട് സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിർവീര്യമാക്കുമെന്ന് ഹണി റോസ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ്. അദ്ദേഹം തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ക്ഷേത്രത്തിലെ പൂജാരിയാകാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരിയായിരുന്നുവെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ എന്ന് ഹണി റോസ് വിമർശിക്കുകയാണ്. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്ന വിമർശനം ഹണി റോസ് മുന്നോട്ട് വയ്ക്കുന്നു. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്നാണ് ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, വീണ്ടും ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസക്തമാവുകയാണ്. രാഹുൽ ഈശ്വറിനെതിരെ ശക്തമായി രംഗത്തെത്തുകയാണ് ഹണി റോസ്. എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഹണി റോസ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ, അത് മാത്രമല്ല ഈ ബോബി ചെമ്മണ്ണൂര് അധിക്ഷേപിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ഹണി റോസ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ഈ പരാതി പറഞ്ഞതിന് പിന്നാലെയാണ് കേസെടുക്കുകയും അതിനെ തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. ഈ വിഷയത്തിൽ വളരെ ഹണി റോസിനെതിരായ നിലപാടാണ് രാഹുൽ ഈശ്വർ സ്വീകരിച്ചിരുന്നത്. രാഹുൽ ഈശ്വർ അതിന് പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞിരുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത്? നിങ്ങൾ ഹണി റോസിന്റെ വസ്ത്രധാരണം ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ വസ്ത്രധാരണം നടത്തിക്കൊണ്ടുവരുന്ന ഒരാള് ആ വസ്ത്രധാരണത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്തത്? ഇത്തരത്തിലാണ് വസ്ത്രധാരണം നടത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇയാൾ ഈ വാർത്താ ചർച്ചകളിലൊക്കെ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഈശ്വർ ചോദിക്കുകയും ചെയ്തിരുന്നത്. ഇതിനൊന്ന് ഒരു മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഹണി റോസ് പരിഹസിച്ചുകൊണ്ട് തന്നെ, രാഹുൽ ഈശ്വറിനെ പരിഹസിച്ചുകൊണ്ട് തന്നെ നിലപാടുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ഒരു തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഇങ്ങനെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരാള് പൂജാരിയായിരുന്നെങ്കിൽ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഹണി റോസ് ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിന് ഒരു ഡ്രസ് കോഡ് ഒക്കെ കൊണ്ടുവരുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാത്രമല്ല, തന്റെ വസ്ത്രധാരണം താൻ ഈ രാഹുലിന്റെ അടുത്ത് പോകുമ്പോൾ താൻ ശ്രദ്ധിച്ചുകൊള്ളാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ഈ ചാനൽ ചർച്ചകളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്ന് പൊതു സംവാദങ്ങളിലൊക്കെ വന്ന് വളരെ മികച്ച രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് രാഹുൽ. ആ ഒരു കാര്യം ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ഒരു നിലപാട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കണം, അതേ ഒരു നിലപാട് തന്നെയായിരിക്കണം ഈ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എന്തായാലും ഹണി റോസ് നൽകുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ശക്തമായ ഒരു മറുപടി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഹണി റോസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിൽ മാത്രം ഒതുക്കുന്നില്ല, പോരാട്ടം ഇനിയും തുടരുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഈ പോസ്റ്റിലൂടെ. തീർച്ചയായും താൻ യുദ്ധം തന്റേതൊരു ധീരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. തന്റെ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പരാതി നൽകിയതിനു ശേഷം ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഈ തന്നെ ലൈംഗിക അധിക്ഷേപം നടത്തിയ വ്യക്തിയുടെ പേര് പറയാതെയാണ് പരാതി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന് ഏറ്റവും പുതിയതായി വരുന്ന വിവരമനുസരിച്ച് യൂട്യൂബർമാരുമുണ്ട്. ചില യൂട്യൂബർമാർ ഈ ചില ഉദ്ഘാടന ചടങ്ങുകളിൽ ഹണി റോസ് പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയും അത് പ്രത്യേക ആംഗിളിൽ നിന്നുള്ള വീഡിയോ മാത്രം ക്രോപ്പ് ചെയ്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിടുക, അതിനെ ആളുകൾ കാണുന്ന രീതിയിലുള്ള ചില തമ്പലൈൻ കൊടുക്കുക, അത്തരത്തിൽ കൂടുതൽ വ്യൂവേഴ്സിന് ഉണ്ടാകുന്നത്. അത് ഒരു തരത്തിൽ സത്യം പറഞ്ഞ ഒരു അധിക്ഷേപം തന്നെയാണ്. ഒരു സ്ത്രീക്ക് ഹണി റോസിന് നേരെ ഉണ്ടാകുന്ന ഒരു അധിക്ഷേപം തന്നെയാണ് ചില യൂട്യൂബ് ചാനലുകൾ നടത്തുന്നത്. അത്തരം യൂട്യൂബ് ചാനലുകളുടെ കൃത്യമായ ഒരു വിവരങ്ങൾ ഹണി റോസ് ശേഖരിച്ചിട്ടുണ്ട്. അത്തരക്കാർക്കെതിരെയും കേസ് എടുക്കാൻ നടപടികളിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോ